നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ആര് കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നണികൾ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും ദിവസങ്ങൾ എണ്ണിയിരിക്കുകയാണ്. UDF അധികാരത്തിൽ വരുമെന്ന UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് LDF. എന്നാൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ഒരു നിർണായക ശക്തിയായി വളർന്നു വരുമെന്ന വിശ്വാസത്തിലാണ് BJP ഇരിക്കുന്നത്. നിയമസഭയിൽ ഇക്കുറി BJPയുടെ MLA മാർ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് BJP. അവർ അതിന് വ്യക്തമായ ചില കണക്കുകളും മുന്നോട്ട് വയ്ക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റിൽ വിജയിക്കുമെന്ന വിലയിരുത്തലിൽ NDA. BJP സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രാഥമിക വിലയിരുത്തലിലാണ് 4 സീറ്റുകളിൽ വിജയ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലെത്തുന്നത്. നേമം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്നാണ് BJP നേതൃത്വത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഷാനവാസ് പാദൂർ മത്സര രംഗത്തിറങ്ങിയത് കാസർഗോഡ് വിജയസാധ്യത വർദ്ധിപ്പിച്ചു എന്നാണ് വിലയിരുത്തൽ. ഷാനവാസ് പാദൂർ മത്സരിച്ചത് ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കാൻ ഇടയായെന്നും ഇത് ML അശ്വിനിയുടെ വിജയത്തിന് സഹായകമാകുമെന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. BJP ഏറെ പ്രതീക്ഷയോടെ കാണുന്ന കഴക്കൂട്ടത്തും ചാത്തന്നൂരും തൃശൂരിലും വിജയിക്കാൻ സാധ്യത കൂടുതലാണെന്നും കാട്ടാക്കടയിലും വട്ടിയൂർക്കാവിലും തിരുവല്ലയിലും കനത്ത പോരാട്ടം നടന്നുവെന്നും BJP നേതൃത്വം വിലയിരുത്തി. ഇത്തവണ സംസ്ഥാനത്ത് ക്ലാസ് മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്നും BJP നേതൃത്വം കണക്കാക്കുന്നുണ്ട്. ഇതിനിടെ സഭാ നേതൃത്വങ്ങൾക്കെതിരെ PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും പ്രസ്താവനയിൽ BJP നേതൃത്വത്തിന് അതൃപ്തി. ഇരുവരുടെയും പ്രസ്താവനയിൽ ന്യൂനപക്ഷ മോർച്ചയ്ക്കും അതൃപ്തിയുണ്ട്. അനവസരത്തിലുള്ള പ്രസ്താവനയാണ് PC ജോർജും ഷോൺ ജോർജും നടത്തിയെന്നാണ് പൊതുവെ ഉണ്ടായ വിലയിരുത്തൽ. ഇരുവരുടെയും പ്രസ്താവന വിവിധ സഭകളുമായുള്ള BJPയുടെ ബന്ധത്തെ ബാധിക്കുമെന്നും നേതൃത്വത്തിന് ആശങ്കയുണ്ട്. ദീപിക പത്രത്തിനെതിരെ വിമർശനവുമായി കഴിഞ്ഞ ദിവസമാണ് PC ജോർജും മകൻ ഷോൺ ജോർജും രംഗത്തെത്തിയത്. ദീപികയിലെ ചില വ്യക്തികൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നും നിക്ഷേപകർക്ക് വേണ്ടി വാർത്തകൾ വളച്ചൊടിക്കുകയാണെന്നുമായിരുന്നു നേരത്തെ ഷോൺ ജോർജിന്റെ പ്രതികരണം. ഇതെല്ലാം നിയന്ത്രിക്കപ്പെടേണ്ടതാണെന്നും സഭാപിതാക്കന്മാരോട് താൻ പരാതി അറിയിക്കുമെന്നും ഷോൺ ജോർജ് പറഞ്ഞിരുന്നു. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെ അധിക്ഷേപവുമായി BJP നേതാവ് PC ജോർജും രംഗത്തെത്തിയിരുന്നു. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മഠങ്ങളിലെല്ലാം വിളിച്ച് UDFന് വോട്ട് ചെയ്യാൻ പറഞ്ഞുവെന്ന് PC ജോർജ് പറഞ്ഞിരുന്നു. BJP നേതാവ് PC ജോർജിന് മറുപടിയുമായി ദീപിക ദിനപത്രവും രംഗത്ത് വന്നിട്ടുണ്ട്. ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടു മടക്കി കുത്തി വന്നാലും നിലപാടിൽ മാറ്റമില്ലെന്നാണ് ദീപിക ദിനപത്രം മുഖപ്രസംഗത്തിൽ പറയുന്നത്. മിണ്ടിപ്പോകരുതെന്ന ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ഇനിയും പറയേണ്ടി വരുമെന്നുമാണ് ദീപിക നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്.